ശലമോന്റെ സോങ് ഓഫ് സോങ്സിൽ പറയുന്ന പോലെ നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അതികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂവിടുകയും മാതള നാരകം പൂക്കുകയും ചെയ്തു എന്ന് നോക്കാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ അതേ നമ്മളൊരു 1.20 സർവൈവൽ സീരീസ് സ്റ്റാർട്ട് ചെയ്യണതാണ്. സീരീസ് മാത്രമായിട്ടല്ല, ഞാൻ കുറേ കാലം ഒരു സിംഗിൾ പ്ലെയർ മര്യാദക്ക് കളിച്ചിട്ട്, നേരത്തെയൊക്കെ വാനിലല്ലാത്ത മോഡൊക്കെ ഇട്ടല്ലേ കളിച്ചത്. അപ്പോൾ ഇനി മുതൽ ഇതായിരിക്കും നമ്മളുടെ മെയിൻ വേൾഡ്. പക്ഷേ ഗൈസ്, ഞാൻ ഇൻട്രോ ഇവിടെ നിന്ന് എടുത്തുന്നേ ഉള്ളൂ. നമ്മളിവിടെയൊന്നും അല്ല സ്പോണായി വീണത്. ഞാൻ വില്ലേജ് കണ്ടപ്പോൾ മര്യാദക്ക് ഒരു ഇൻട്രോ എടുത്താലാന്ന് വിചാരിച്ചെടുത്തതാ. നമ്മളെങ്ങനെ ഇവിടം വരെ എത്തിയെന്നൊന്ന് കണ്ടിട്ട് വരാം. കുറേ കാലത്തിന് ശേഷം മൈൻക്രാഫ്റ്റ് കളിക്കാൻ വന്നേക്കാണ്. മിക്കവാറും നമുക്ക് നല്ലൊരു ഭയമൊന്നും കിട്ടാറില്ല. വാവ് ഗൈസ്, എന്തായാലും നമ്മൾ മരത്തിൻ്റെ മുകളിൽ സ്പോൺ ആയതല്ലേ, അപ്പം മരം തന്നെ ആദ്യം മുറിച്ചങ്ങ് പോവാം. എന്താന്ന് വെച്ചാൽ നമുക്കൊരു ഐലൻഡ് കണ്ടുപിടിക്കണം. ഐലൻഡ് കണ്ടുപിടിച്ചിട്ടേ ആ ഐലൻഡിന് ചുറ്റും നമ്മൾക്ക് നമ്മുടെ ബേസ് വെക്കണ രീതിയിൽ, അതായത് ഐലൻഡ് ഫുൾ നമ്മൾ ട്രാൻസ്ഫോം ചെയ്ത് നമ്മളുടെ ഒരു മെഗാ ബേസും, ആ ഐലൻഡിൻ്റെ ചുറ്റും ഓഷൻ ആയിരിക്കുമല്ലോ, ആ ഓഷനിൽ നമ്മളൊരു ഇൻഡസ്ട്രിയൽ ഏരിയയും സെറ്റപ്പ് ചെയ്യും. എങ്ങനെയുണ്ട്? എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. നടക്കും ഒരു ഗതിയില്ലാതെ നീ പെരുവഴി കൂടെ നടക്കും. പൈസ നോക്കിക്കോട്ടെ, ഇത്രയും പോയുള്ളൂ. ഇതേ കോൾ സ്കൂൾ ഇപ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, എന്താണെന്നറിയില്ല. ഗൈസ്, വേറൊരു റിവ്യൂ. വാവ് ഇവിടെ നിന്ന് എങ്ങനെയാണ് ഈ അയൺ എടുക്കാണ്ട് പോകുന്നത് നിങ്ങൾ പറ. ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്ത് നമുക്ക് ഒരു അയൺ പിക്കാക്സ് ഉണ്ടാക്കാം. ഇത് വെച്ചിട്ടൊരു ഷീൽഡ് ഉണ്ടാക്കാം. അങ്ങനെ എവിടെയോ സ്കെൽറ്റൻ്റെ സൗണ്ട് കേൾക്കുന്നു. 2 and 10 and the corn and the back. അങ്ങനെ നമുക്ക് വേണ്ട വളരെ ബേസിക് ആയിട്ടുണ്ട്. അപ്പം ഇനി നമ്മളുടെ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു വില്ലേജ് കണ്ടുപിടിക്കണം. ഒരു വില്ലേജ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് വീണ്ടും വരാം. ബൈ. അങ്ങനെയാണ് നമ്മൾ ഈ വില്ലേജിൽ എത്തിപ്പെട്ടത്. ഈ വില്ലേജ് ഏകദേശം ഒരു 500-600 ബ്ലോക്സ് മാറിക്കാണും നമ്മൾ ആ സ്പോണിൻ്റെ അടുത്തുനിന്ന്. പിന്നെ ഈ വില്ലേജിലെ ചെസ്റ്റൊക്കെ തുറന്നു നോക്കി കുറേ സമയം കളഞ്ഞു. പ്രത്യേകിച്ച് നല്ല ലൂട്ടൊന്നും കിട്ടിയില്ല. അതുകഴിഞ്ഞ് 2 വില്ലേജസിനെ വെറുതെ സേഫാക്കി വെച്ച്, ഇനി അത് സോംബി അടിച്ച് പോകണ്ടല്ല എന്ന് വിചാരിച്ച്. പിന്നെയാണ് ഞാനൊരു 10-20 മിനിറ്റ് വെറുതെ ഒരു നല്ല കേവിൻ്റെ ഓപ്പണിംഗ് നോക്കി സമയം കളഞ്ഞത്. എന്നിട്ട് അവസാനം ആദ്യം കണ്ട ഒരു ഓപ്പണിങ്ങിലോട്ട് തന്നെ പോയി. പിന്നെ ഫുൾ കേവിങ് ആയിരുന്നു. മാക്സിമം റിസോഴ്സസ് മൈൻഡ് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ച് അത് കണ്ടിട്ട് വരാം. ലാപ്പിസ് ലസൂലി. ഈ ലാപ്പിസ് ലസൂലി അധികം ആവശ്യമില്ല. ഡയമണ്ട് വേണം. യെസ്, ഇല്ലേക്ക് പൊട്ട്. Guys, diamonds! Whoa! Let's go! അടുത്ത ഡയമണ്ട്. ആളെ മോനെ മോനെ പൊട്ടിക്കോ. പൊട്ട്. പൊളി. അതേ മഞ്ഞ്. പൊട്ട്. പൊളി. വെയിറ്റ് ചെയ്യടാ. ഒരു മിനിറ്റ്. ഞാനിവിടെ ചെറിയ തിരക്കിലായി പോടാ. വെയിറ്റ്. ഐ തിങ്ക് ഇറ്റ്സ് another cave. വെയിറ്റ് ചെയ്യടാ. നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റാക്ക് അയണൂറ് വേണം. അതാണ് നമ്മളുടെ ഗോൾ. മോനെ പറയണ്ടേ മോനെ? എന്ത് മോനെ? വെയിറ്റ് ചെയ്യും മോനെ. ഒരു മിനിറ്റ് മോനെ. കഴിഞ്ഞ മോനെ. മോനെ വെയിറ്റ് ചെയ്യും മോനെ. ഒരു മിനിറ്റ് മോനെ. അടിച്ചിട്ട് കയറി വാ മോനെ, ഇവിടെ വാ, വേഗം വാ. വെച്ച് മോനെ.
വന്ന് പോണം വന്ന് അതിൻ്റെ ഇടയിലൊന്ന് പോരാ മോനെ തീർന്നു നീ മോനെ. നമുക്കൊരു ഡയമണ്ട് വേണമല്ലോ മോനെ. ഇതെന്തോ മോനെ ഇത് മോനെ ഇനിയോ മോനെ. ഐ മീൻ മോനെ ഒരു സ്റ്റാക്കായി ഓയ് മോനെ അവിടെ വെയിറ്റ് ഒരാൾ അയ്യോ രണ്ടാളും കൂടി പറ്റില്ല മോനെ. ഞാൻ പറഞ്ഞില്ല വെച്ച് എല്ലാവർക്കും അവസരം തരാം മോനെ. പറ്റില്ല, ഗെയിമിന്റെ തുടക്കമാണ് മോനെ. ഇവിടെ വാ മോനെ. അവിടേക്ക് മോനെ. മോനെ ഇച്ചിരി diamonds. I found diamonds. Wow. Oh, വേണ്ട മോനെ. എവിടെ നീ വെച്ച് ചാവടാ. മോൻ ഇവിടെ ഉണ്ടായിരുന്നോ? മോൻ ഹാപ്പിയാണോ? ഇപ്പൊ ഹാപ്പി ആയില്ലേ? അയ്യോ മോനെ, ഇത് ഒരു ഡയമണ്ട് മാത്രം ഇട്ടോ മോനെ. നമുക്ക് ഇവിടെ ഒരെണ്ണം ഉണ്ടല്ലോ മോൻ. എന്ത് മോനെ ഇത്? ഒരെണ്ണം അല്ലല്ലോ മോനെ, കുറെ ഉണ്ടല്ലോ. ഇല്ല തുറന്നു. അത് വളരെ മോശമായി മോനെ. അത് മോനെ ഇങ്ങോട്ടൊക്കെ വീഴൂലേ, ശ്രദ്ധിക്കണ്ടേ മോനെ. മോനെ ഒരു ക്രീപ്പർ മോനെ. ആ പൊട്ട് വെച്ചേ. യെസ്, ഇവിടെ വന്നുകൊണ്ട് കാര്യമുണ്ടായി. I found diamonds. മോൻ ഇവിടെ ഉണ്ടായിരുന്നോ മോനെ? ഹായ് ഗൈസ്, ഞാൻ എഡിറ്റർ നോയൽ. അപ്പോൾ നിങ്ങൾ ഇത്രയും നേരം കണ്ട മൈനിങ് സെഷൻ ഏകദേശം ഒരു 1.5 മണിക്കൂറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് കട്ട് ചെയ്ത് ഇത്രയും ചെറുതാക്കിയേക്കണത്. ഇനി അങ്ങോട്ടൊരു 2 മണിക്കൂറത്തോളം മൈനിങ് തന്നെയാണ്. അപ്പോൾ അതിൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കണില്ല. ഡയമണ്ട് കിട്ടും, സ്കെൽറ്റനെ കൊല്ലും, ക്രീപ്പറിനെ കൊല്ലും, അതിനെ കൊല്ലും, ഇതിനെ കൊല്ലും, വീണ്ടും അയൺ കിട്ടും, ഡയമണ്ട് കിട്ടും, ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ എഡിറ്റ് ചെയ്തപ്പോഴാണ് വിചാരിച്ചത് ഇത് ഇനി കുറേ അങ്ങോട്ട് നീട്ടിക്കഴിഞ്ഞാൽ ബോറാവും. സോ നിങ്ങൾ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്കതൊക്കെ അങ്ങ് സ്കിപ്പ് ചെയ്ത് ഞാനൊരു ബേസ് ഉണ്ടാക്കാൻ തുടങ്ങട്ടെ. ഗൈസ്, നമ്മളിപ്പോൾ കണ്ടാൽ തന്നെ അറിയാം, നമ്മൾ ഏകദേശം ഡയമണ്ട് ഗേസ് എല്ലാം സെറ്റായി, പിന്നെ അയൺ ഓർസ് കുറേ കിട്ടി. അപ്പോൾ നമ്മൾ മൈനിങ് കഴിഞ്ഞ് കയറുമ്പോഴത്തേക്ക് ഏകദേശം 34 ഡയമണ്ട് ഓർസും ഉണ്ടായിരുന്നു, പിന്നെ 3 സ്റ്റാക്കിന് മേലെ അയൺ ഓർസും കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ മേളിലോട്ട് കുഴിച്ചാണ് കയറി വന്നത്. സോ ഇനി നമുക്കൊരു ബേസ് ഉണ്ടാക്കണം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ അറിയാം, സ്പ്രൂസ് ഇല്ലാണ്ട് എനിക്ക് ഒരു പരിപാടിയും നടക്കൂല. കാരണം സ്പ്രൂസ് എനിക്കെന്തോ സോ ഗൈസ്, സ്പ്രൂസ് കണ്ടുപിടിക്കണമെന്ന് ഒരൊറ്റ ലക്ഷ്യത്താൽ നമ്മൾ യാത്ര തിരിച്ച് അങ്ങനെ പോയി അവസാനം രാത്രിയാവാറായി. അതിൻ്റെ ഇടയിൽ ഒരു റൂയിൻഡ് പോർട്ടൽ കിട്ടി, അവിടെ നിന്നൊരു സിൽക്ക് ടച്ച് ഷവലും കിട്ടി. പിന്നെ ഞാനൊരു ചെറി ബ്ലോസം ഭയം കണ്ട് അതിൻ്റെ കോർഡിനേറ്റ്സും എടുത്തു വെച്ച് അങ്ങനെ അവസാനം സ്പ്രൂസ്. ഞാൻ പറയണമെങ്കിൽ ഇവിടെ നിന്ന് അത്യാവശ്യം മരം എടുത്തോണ്ട് പോയാൽ മതി, അതല്ലേ നല്ലത്. ഗൈസ്, നമുക്ക് മേളിൽ നിന്ന് സൺറൈസ് കാണാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഞാൻ നിങ്ങളിപ്പോൾ സൺറൈസ് കാണിച്ചു തരാം. ഇതൊക്കെ എക്സ്ക്ലൂസീവ് കണ്ടൻ്റാണ് കേട്ടോ. എങ്ങനെയുണ്ട്? അതിരാവിലെ എണീറ്റൊന്നും മരം വെട്ടണ സുഖം മോനെ. നമ്മളപ്പോൾ ഇവിടെ നിന്ന് പയ്യെ വിടണമാണ്. നല്ല സ്ഥലം എന്നായാലും ഇതിൻ്റെ ഒരു കോർഡിനേറ്റ്സും കൂടി എടുത്ത് വെച്ചേക്കാം. നമുക്ക് ബോട്ടിൽ കയറി തിരിച്ചു വിട്ടു. ബൈ ദ വേ, നമുക്ക് ഒരു 3-4 സ്റ്റാക്ക് എടുത്ത് 4 സ്റ്റാക്ക് അങ്ങ് അടുപ്പിക്കാമല്ലേ, എന്തിനാ വെറുതെ കുറക്കണേ. ഈ മരം കൂടി ഇട്ടേ കറക്റ്റ് 4 സ്റ്റാക്ക്. ഇനി നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണാം.
നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന അവിടെ നിറച്ചും മോബ്സാണ് പുറകെ. ഞാൻ ഇവിടെ ടെറാഫോം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നമ്മളിത് ഇവിടെ ഞാൻ അവിടെ നിന്ന് എടുത്ത സ്പ്രൂസ് മരം കുറച്ച് ഇവിടെ നട്ട് വെച്ച് നമുക്കിനി എപ്പോഴും അവിടെ പോകേണ്ട ആവശ്യമില്ല. പിന്നെ അതേ ഇവിടെ ഞാൻ ഇങ്ങോട്ട് കയറാൻ പറ്റിയൊരു പാത്ത് പോലെ ഞാൻ വിചാരിക്കുന്നത് നമുക്ക് തൽക്കാലം കുറച്ച് കാലത്തേക്ക്, അതായത് ഒരു അയൺ ഫാമും ഒരു വില്ലേജർ ട്രേഡറും ഒരു അങ്ങനത്തെ സാധനങ്ങളൊക്കെ സെറ്റ് ആവണ വരെ നമുക്കൊരു മെയിൻ ബേസ് ഇവിടെ ഒരെണ്ണം ചെറുത് സെറ്റ് ചെയ്തിട്ടേ, സ്റ്റാർട്ടറല്ല, ഒരു അത്യാവശ്യം സ്റ്റോറേജ് ഏരിയയും സംഭവമൊക്കെ ഉള്ളൊരു ബേസ് ഇവിടെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് അതിൽ ജീവിക്കാം. സാധാരണ ഞാനെന്താ ചെയ്യണേന്ന് വെച്ചാൽ ഞാൻ ഇതുപോലെ അവിടെ ഇവിടെയൊക്കെ കൊണ്ട് ചെസ്റ്റ് വെക്കും, എന്നിട്ടൊരു ബേസ് ഉണ്ടാക്കും, എന്നിട്ട് വീണ്ടും ആ ചെസ്റ്റ് ഉപയോഗിച്ചിട്ട് ആ ബേസ് ഒരിക്കലും ഉപയോഗിക്കാറില്ല. ഞാൻ ഓർക്കണത് ഈ പ്രാവശ്യം മര്യാദക്ക് ഒരു ബേസ് ഉണ്ടാക്കിയിട്ട് ആ ബേസിൽ നിന്നെല്ലാം ചെയ്തു തുടങ്ങാം. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഒരു ലെവലാവണ വരെ നമ്മൾ ഇവിടെയുള്ളൊരു ബേസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഞാൻ ഓർക്കണത് ഇവിടെയായിട്ടൊരു ചെറിയ വീട് പറ്റുമെങ്കിൽ അണ്ടർഗ്രൗണ്ടായിട്ട് നമുക്ക് ഇത് സെറ്റ് ചെയ്യാം, സ്റ്റോറേജ് ഏരിയ സെറ്റ് ചെയ്യാം. പിന്നെ ഈ ഏരിയ ഒന്ന് ഇതാക്കി എടുക്കണം. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടിയ ഡേർട്ട് ഉണ്ടായിരുന്നു നമുക്ക്. ഈ ഏരിയ ഉണ്ടാ ഇങ്ങനെ കയറാൻ തോന്നണത് കാണുമ്പോൾ. നമ്മളപ്പോൾ ബേസ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് റിസോഴ്സസ് ഒക്കെ വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ മല ഉണ്ടാ, ഈ മലയുടെ ഉള്ളിലോട്ട് കുഴിച്ച് നമ്മൾ കല്ലെടുക്കണേണ്. ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഈ മല ഫുൾ ഇങ്ങനെ ഒരു ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കല്ലെടുത്ത് തുടങ്ങി. ഇപ്പം നമ്മളങ്ങനെ മൈനിങ്ങിന് പോയ കല്ലൊക്കെ കുറേയൊക്കെ കളയേണ്ടി വന്നു സ്ഥലമില്ല എന്നോണ്ട്. അപ്പോൾ നമുക്ക് കല്ല് ഇവിടെ നിന്ന് എടുക്കാം. പിന്നെ എനിക്ക് കുറച്ചേ കാലസൈറ്റ് ബ്ലോക്സ് ആണ്. അതിന് മുമ്പ് ഒരു സാധനം കാണിച്ചു തരാം ഇറ്റ് ഗൈസ്. ഇത് കണ്ട്, ഇതാണ് നമ്മളുടെ വീടിൻ്റെ ഒരു ബേസിക് ലേ ഔട്ട്. ഇവിടെ നമ്മളുടെ വീട് ബെഡ്, കിടക്കാനുള്ള സ്ഥലം, ബെഡും കിടക്കാനുള്ള സ്ഥലം ഒന്ന് തന്നെയാണല്ലോ, മനസ്സിലായില്ല? ബെഡും ആ ഒരു സംഭവം ഇവിടെ ഇട്ട് നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിളും അങ്ങനത്തെ സംഭവമൊക്കെ വരും. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിങ്ങനെ കുറച്ച് ഓപ്പൺ സ്പേസ് പോലെ ഇട്ടിട്ട് ഇവിടെ നമുക്ക് ചെസ്റ്റും സാധനങ്ങളൊക്കെ വെക്കാം, ഇവിടെ ക്രാഫ്റ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ വെക്കാം. എന്നിട്ട് ഇവിടെ ഫുൾ ഇങ്ങനെ ഒരു ഇതുപോലെ, എന്നിട്ട് പയ്യെ നമുക്ക് ഈ മല നമ്മളുടെ ഒരു സ്റ്റോറേജ് ഏരിയ ആയിട്ട് എടുക്കാം. എനിക്ക് ഈ മല സ്റ്റോറേജ് ഏരിയ ആയിട്ട് എടുക്കുന്നതാണ് നല്ലത്. കാരണം നമുക്ക് ഈ എന്താ പറയുക, അതിൻ്റെ പേരും മറന്നുപോയി ഗൈസ്. മറ്റേ സംഭവമില്ല, ഓട്ടോ എന്തെങ്കിലും ആട്ടെ. എന്തായാലും നമ്മളിപ്പോൾ നമുക്കേ ബിൽഡിംഗ് പണിയാൻ കാലസൈറ്റ് ബ്ലോക്സ് വേണം, മറ്റേ ടഫ് ബ്ലോക്സ് ഇല്ലേ, ആ സാധനം വേണം. അപ്പോൾ അതിന് വേണ്ടി താഴോട്ട് ഒഴിക്കണം. ഞാൻ കയറി വന്ന സമയത്ത് ഈ ഒരു ജിയോഡിൻ്റെ സൈഡിൽ കൂടെ കയറി വന്നേ. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാലസൈറ്റ് ബ്ലോക്സ് മൈൻ ചെയ്യണം അവിടെ നിന്ന്. അതെടുത്തിട്ട് നമുക്ക് വരാം. ഒരു കേവിലാണ് നമ്മൾ ജിയോഡ് കണ്ടുപിടിച്ചത്. എൻ്റെ മോനെ, നമുക്ക് കാലസൈറ്റ് ബ്ലോക്സ് ഒരു സ്റ്റാക്ക് എടുത്തിട്ട് അങ്ങ് പോവാം. ഞാൻ വന്ന വഴിക്ക് കുറച്ച് ടഫ് ബ്ലോക്സ് മൈൻ ചെയ്തിട്ടാ. ജിയോട് സാധനം ഇപ്പോൾ എടുക്കണ്ട. ഞാൻ വിചാരിക്കണതേ നമ്മൾ തൽക്കാലം കയറി പോകുമ്പോൾ വേണമെങ്കിൽ വെള്ളം ഒഴിച്ചൊഴിച്ച് പോവാം, അതായിരിക്കും നല്ലത്. ഇതാണ് എൻ്റെ പെറ്റ് സ്പൈഡർ. ഒരു ലീഷ് ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് പിടിച്ചിടായിരുന്നു. അവിടെ പോണ്, ബാ എൻ്റെ കൂടെ ഒരു അടി അടിച്ചാലേ വരുള്ളൂ. ബാ കുട്ടാ. ഇപ്പം നമ്മുടെ പെറ്റായി. ഇവനിങ്ങനെയാണ് ടീം ചെയ്യണത്. നമുക്ക് ഈ സൈഡിൽ നിന്നുള്ള സാധനങ്ങളെല്ലാം മാറ്റിക്കൊണ്ടിരിക്കണേ. ഞാൻ നമ്മുടെ പെറ്റ് വന്നേക്കുമ്പ് നമുക്ക് ഇവിടെ അവനെന്തി എടാ മോനെ, ബാ ചുച്ചിടൂ. ഓക്കെ, ബാ ചുച്ചിടൂ, ബാ. വേഗം മാറ്റി ഇവനെ. ഇവിടെ വന്ന് ചുച്ചിടൂ. ബാ ചിച്ചിടൂ 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 ചിച്ചിടൂ. എന്തി ചിച്ചിടൂ? അയ്യോ,
ഒരു പടുമുള പോലെ വളർന്നുകൊണ്ടാവും എല്ലാവരോടും അല്പം ക്രൂരമായി പെരുമാറാൻ എനിക്കിഷ്ടമാണ്. നോവിക്കാൻ വേണ്ടി ഞാൻ പലതും ചെയ്യും. നൊന്തുന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷമാണ്. അങ്ങനത്തെ ഒരു ദുഷ്ടനാണ് ഞാൻ. സോ ഗൈസ്, അങ്ങനെ ഞാൻ അത്യാവശ്യത്തിന് സാധനങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റോണൊക്കെ നമ്മൾ ഈ മലേൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് തുരന്നെടുത്ത് കണ്ടോ. ഇവിടെ ഇപ്പോൾ നമുക്ക് നല്ലൊരു സ്പേസായി. പിന്നെ ഇവിടെ കുറേ കോപ്പറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കോപ്പർ സ്മെൽറ്റ് ചെയ്യാൻ വെച്ച്, പിന്നെ ആ കിട്ടിയ കോബിൾ സ്റ്റോൺ ആണല്ലോ, നമുക്ക് സിൽക്ക് ടച്ച് ഇതുവരെ ആയിട്ടില്ല. അപ്പോൾ കോബിൾ സ്റ്റോൺ കിട്ടിയതും അങ്ങ് സ്മെൽറ്റ് ചെയ്യാൻ വെച്ച്. പിന്നെ ബാക്കിയുള്ള സാധനമൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പണി തുടങ്ങാം. അപ്പോൾ ഈ സൈഡ് ഞാൻ എന്താ വിചാരിക്കണതെന്ന് വെച്ചാൽ, ഈ സൈഡ് ഒരു കേർവ്ഡ് റൂഫായിട്ട്, കേർവ്ഡ് അല്ലല്ലോ, സ്ലാൻഡിങ് റൂഫായിട്ടൊരു സാധനം. അപ്പോൾ ഇവിടെ ഒരു 3 എണ്ണവും, ഇവിടെ ഒരു 3, 1, 2, 3 ടിങ് ടിങ് ടിങ്. പിന്നെ ഇവിടെ ഇങ്ങനൊരു സാധനം കൂടി ചെയ്തിട്ട്, അതായത് ഇത് ഇങ്ങനൊരു സ്ലാൻഡിങ് റൂഫ് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു വർക്ക്ഷോപ്പ് ഏരിയ പോലെ, ഇവിടെ ചെറിയൊരു വീട്. എന്നിട്ട് ഇതിന് നമ്മളൊരു ബോർഡറൊക്കെ കൊടുത്ത്, ഇത് 2, ഇതിവിടെ, ഈ സാധനം തന്നെ ഇപ്പുറത്തും ചെയ്യാം. ഇതിങ്ങനെ ഒരു സ്ലാൻഡിങ് റൂഫായിട്ട് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? ഈ റൂഫ് ഏകദേശം എനിക്ക് ഇഷ്ടപ്പെട്ടു. അവിടെ ഇനി അത് അറ്റം വരെയും കണ്ടിന്യൂ ചെയ്യാം. നമ്മളാ പുറത്ത് റൂഫ് അങ്ങ് തീർത്തിട്ടുണ്ട്. ഇത് ഈ സൈഡിലും കൂടി ഇതങ്ങ് ഇത് കൊള്ളാം. കുറച്ചൊക്കെ പണിത് കഴിഞ്ഞ് ഇനി നമുക്ക് കുറേ കൂടി പണി ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ കാണിക്കാം. എല്ലാം കൂടി ഈ വീഡിയോയിൽ ഇട്ടാൽ ബോറാവും. സോ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തീരെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.